നാട്ടിലേക്ക് പോകുന്നത് പിക്കപ്പിലാണ് ഗൈസ്. ഹലോ, എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾ ഇന്ന് പോവാണ് കേട്ടോ നാട്ടിലേക്ക്. ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബാഗൊക്കെ സെറ്റാണ്. ഹേസൽ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിനി റെഡി ആവണം. എന്നിട്ട് ലിയാമനെ അൻസുഖാനെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക്. അങ്ങനെ ബാക്ക് ടു ഹോം. ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ഫുൾ റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് എയർപോർട്ടിൽ കാണാം. Bye. നാട്ടിലേക്ക് പോകുന്നത് പിക്കപ്പിലാണ് ഗൈസ്, എയർപോർട്ടിലേക്ക് പോണത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ അൽ അരീസ് എന്ന് പറഞ്ഞിട്ട്. ഹേസലിന് അറബിക് ഫുഡ് അല്ല, അവൾക്ക് മെക്ഡൊണാൾഡ്സിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട് ഇവിടെ, പാൻ കേക്ക്സ് ഒക്കെ. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവളെ മിക്ഡിയിൽ കയറ്റി. തൊട്ടടുത്ത് തന്നെ വെരി നെക്സ്റ്റ് ഡോറിൽ തന്നെയുള്ള ഒരു അറബിക് റെസ്റ്റോറൻ്റാണ് അരീസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുന്നത്. ഫൂളും തമീസും ഒക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ലഗേജൊക്കെ എടുത്ത് നമ്മൾ എയർപോർട്ടിൽ പാർക്ക് ചെയ്തു കാറ്. ഞങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇനി പ്രശാന്തിനോട് ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ഇതൊരു പെയിന്റിംഗ് ആണ് കേട്ടോ. അത് മുന്നേ ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൽ. ഏതോ ലോകത്തിലേതോ ഏറ്റവും വലിയ പെയിൻറ്ററാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ വിവരണം. എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല. ഞങ്ങളിവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യണം. ഇങ്ങോട്ട് വന്ന സന്തോഷമൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. എത്തി ഗൈസ്. ബാഗൊക്കെ എടുത്ത് പുറത്ത് മുബീൻ വന്നിട്ടുണ്ടാവും, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പുറത്ത്. ബാഗൊക്കെ എടുത്ത് പോകണം. അതൊക്കെയാണ് പ്ലാൻ. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള സർപ്രൈസ് ആണ് കേട്ടോ. ഏരിയയിലെ പിള്ളേര് റിസീവ് ചെയ്യാൻ വന്നുകൊണ്ട് അവരുമായിട്ട് ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ 2 വണ്ടിയിലാണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അവർ വരുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഇനി അവരുമായിട്ട് ഡിന്നർ കഴിച്ച് വെച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും നമ്മൾ തിരിച്ച് പോവാണ്.
തിരിച്ച് വീട്ടിലെത്തി മക്കളെ. ഇനി ഈ സാധനങ്ങളൊക്കെ പൊളിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഇന്ന് രാത്രി ഇപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ.